കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ടൊരു മോശം അനുഭവമാണ് ഞാൻ പറയണത്. സിനിമയിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇത് ആദ്യമായിട്ടാണ്. കുടുംബത്തോടെ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. ട്രെയിനിൽ ഒരാൾ കുടിച്ചിട്ട് കയ്യിൽ ബ്ലേഡുമായിട്ട് നടക്കുമായിരുന്നു. അടുത്തോടി പോയപ്പോഴും എല്ലാവരും പേടിച്ചു. ഒരു ചേച്ചിനെ ബ്ലേഡ് കാണിച്ച് പേടിപ്പിക്കാന്നൊക്കെ ചേച്ചി പെട്ടെന്ന് തന്നെ എഴുതി മാറുമായിരുന്നു. ചോദിക്കാൻ ചെല്ലുന്നവരുടെ നേരെ ബ്ലേഡ് വീശുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കുട്ടികളൊക്കെ കൂടെ ഉള്ളതാണ് അവർ പേടിക്കുന്നത്. പറയുന്നത് നമ്മുടെ നേരം ബ്ലേഡ് കാണിച്ച്. പോലീസിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ശാസ്താംകോട്ട എത്തുന്നതിന് മുന്നേ ആയ സംഭവം. ചേട്ടന്മാർ നോട്ട് ഇട്ട് വെച്ചേക്കായിരുന്നു ആൾക്കിട്ട് പണിയാനായിട്ട്. അതൊരു ചേട്ടൻ ശാസ്താംകോട്ട ഇറങ്ങുന്ന നേരം അയാളോട് എന്തൊക്കെയോ സംസാരിച്ച് ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവമൊക്കെ ഓർക്കുമ്പോൾ ഈ ട്രെയിനിൽ വെച്ച സംഭവം ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒറ്റ പേരാ, ഗോവിന്ദചാമിയുടെ പേരാ. സത്യം പറഞ്ഞാൽ ഈ റെയിൽവേയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് ഇറങ്ങി കഴിയുമ്പോൾ, ആ സ്റ്റേഷൻ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ റെയിൽവേ പോലീസൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ട്രെയിനിനുള്ളിലൊക്കെ 2-3 പോലീസുകാരെയോ അത് കുറച്ച് ആൾക്കാരെ റെയിൽവേ പോലീസായാലോ. അപ്പം മെയിനായിട്ട് ട്രെയിനിലൊക്കെ എപ്പോഴും ഒരു പോലീസുകാരെയൊക്കെ എന്തുകൊണ്ട് ഈ സർക്കാർ വെച്ചുകൂടാ? അത് തന്നെയാണ് പറഞ്ഞത്. 2-3 എന്തെങ്കിലും ആവശ്യം വന്നാൽ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അപ്പം ചാടി കയറി അനൗൺസ് ചെയ്യാൻ പോലീസുകൾ വെച്ചുകൂടാ? ആ ട്രെയിനിൽ ഭയങ്കര തിരക്കൊക്കെ. പിന്നെ അധികവും ഈ ക്യാമറ വെക്കണം നല്ലതാണ്. അതും വേറൊരു കാര്യമാണ്. ഇപ്പം ചില ട്രെയിനിലൊന്നും ക്യാമറയില്ല. അതിപ്പോൾ CC ക്യാമറ നിർബന്ധമായിട്ട് ഈ ട്രെയിനിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പോക്കറ്റടി അല്ലെങ്കിൽ ഞരമ്പ് രോഗന്മാരുടെ അവന്മാരുടെ തൂക്കേട്, ഇതുപോലെ ആക്രമിക്കാൻ വന്നവന്മാരെയൊക്കെ ശരിക്കും തിരിച്ചറിയാൻ പറ്റും. പോലീസുകാരെ മസ്റ്റായിട്ട് അവിടെ നിയമിക്കണം എന്നുള്ളത്. ഈ നൈറ്റ് പെട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡിലൊക്കെ വെക്കാറില്ല. അതുപോലെ തന്നെ ഈ ട്രെയിനുകളിലും റെയിൽവേ പോലീസിനെ നിർത്തിയാൽ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അത് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സത്യം പോലീസുകാർ വന്നാൽ നടപടി എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് CCTV ഈ റെയിൽവേ പോലീസിനെ ഈ ട്രെയിനിൽ നിയമിക്കുക എന്നുള്ളതാണ് ഒരു വിധം പരിഹാരമാർഗം. അന്നൊക്കെ ഗോവിന്ദചാമിയുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവിടെ റെയിൽവേ പോലീസോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സൗമ്യക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പിന്നെ ചെയിൻ വലിച്ച് നിർത്തുക, അതൊക്കെ നിർത്തിയ പിഴയാണെന്ന് പറഞ്ഞു. എന്നാലും അവിടെ ഒരാൾ അനുവാദമുള്ള റെയിൽവേ പോലീസ് ഒരു അപകടം പറ്റിയാൽ വലിച്ചു നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പോലീസുകളെ നിയമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് കാര്യം. ആ സ്റ്റോപ്പിൽ മാത്രം കൊണ്ട് നിർത്തിയാൽ ആ ട്രെയിനിനകത്ത് ഒരു 10-20 പോലീസ് വേണം. അത്യാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാനൊക്കെ ഒരു പോലീസും, പിന്നെ പറ്റുവാണെങ്കിൽ ഒരു മെഡിക്കൽ കിറ്റൊക്കെ ആണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്.